ഹായ് ഓൾ, നമ്മൾ ഇന്നൊരു അടിപൊളി യാത്ര പോയതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഞാനിപ്പോൾ നാമക്കല്ലിലുള്ള ആഞ്ജനേയ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് ഉള്ളത്. അച്ഛനമ്മ വരുന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നാണ്. ഇത് നാമക്കല്ല് ആഞ്ജനേയ ക്ഷേത്രമുണ്ട്, അതുപോലെ തന്നെ നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നിന്നാണ് ആഞ്ജനേയ ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, ഹനുമാൻ മരുത്വാമല എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് നേപ്പാളിലെ ഖണ്ഡകി നദിയിൽ കുളിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് സാളഗ്രാമം കിട്ടും. അപ്പോൾ സാളഗ്രാമം കിട്ടിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഈ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും ഹനുമാന് സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ള സമയമായി. അപ്പോൾ ഈ സ്ഥലത്ത് ലക്ഷ്മി ദേവിയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഭഗവാനെ നരസിംഹ രൂപത്തിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഹനുമാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ സാളഗ്രാമം ലക്ഷ്മി ദേവിയുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ ദേവിയുടെ കൊടുക്കുമ്പോഴത്തേക്കും ദേവി പറയും, ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഇവിടെ വയ്ക്കും എന്ന് പറയും. അപ്പം ദേവി പറഞ്ഞ പോലെ തന്നെ ഹനുമാന് കറക്റ്റ് സമയത്ത് വരാൻ പറ്റിയില്ല. അപ്പം ദേവി എന്ത് ചെയ്യും, ഈ കല്ലിനാണെങ്കിൽ പതുക്കെ ഭാരവും കൂടി വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ദേവി അത് അവിടെ വയ്ക്കും. വെച്ച് കഴിയുമ്പോഴത്തേക്കും ഹനുമാൻ വന്ന് നോക്കുമ്പോഴത്തേക്കും ആ കല്ല് അവിടെ ഇരിക്കുന്നു, പക്ഷേ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഒരു അശരീരിയേക്കും, നീ പോയിട്ട് ശ്രീരാമനെ ഹെൽപ്പ് ചെയ്യുന്ന നിൻ്റെ ഡ്യൂട്ടി പൂർത്തിയാക്കിയിട്ട് വരും, അത് കഴിയുമ്പോഴത്തേക്കും ഈ കല്ലെടുക്കാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഹനുമാൻ എന്ത് ചെയ്യും, ലങ്കയിലേക്ക് പോകുന്ന ജോലിയൊക്കെ തീർത്തിട്ട് തിരിച്ചു വരും. രാമരാവണ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോഴത്തേക്കും ആ കല്ലെടുക്കാൻ നോക്കുമ്പോഴത്തേക്കും അത് വലിയൊരു മല പോലെ ആയിട്ടുണ്ടാവും. അപ്പം ഹനുമാൻ അത് എടുക്കാൻ പറ്റൂല. ഹനുമാൻ അപ്പോഴത്തേക്കും അവിടെ ഏറ്റവും വലിയ രൂപത്തിൽ പ്രത്യക്ഷനാവും. അപ്പോൾ ലക്ഷ്മി ദേവിയുടെയും ഹനുമാന്റെയും മുന്നിൽ ഒരേ സമയത്ത് നരസിംഹ അവതാരത്തിൽ ഭഗവാൻ വിഷ്ണു അവതരിക്കുകയും രണ്ടുപേർക്കും ദർശനം നൽകുകയും ചെയ്യും. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് മേൽക്കൂരയില്ല. ഇതിന് മേൽക്കൂര പണിയാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്പോഴൊന്നും ഇത് മേൽക്കൂര പണിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭഗവാന്റെ പ്രതിമ മഴയും വെയിലും എല്ലാം കൊണ്ടിട്ട് വളരെ സ്വാഭാവികമായിട്ടുള്ള രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. 18 അടി ഉയരത്തിലാണ്, ഒറ്റക്കല്ലിലാണ് ഈ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൾക്കാർ ശനിദോഷമൊക്കെ ഉള്ള ആൾക്കാർ പ്രധാനമായിട്ടും ശനിയാഴ്ച ദിവസങ്ങളിൽ ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരാറുണ്ട്. വടമാലയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന നൈവേദ്യങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ നരസിംഹ പ്രതിമയ്ക്കും പ്രത്യേകതയുണ്ട്. ഹിരണ്യകശുവിനെ കൊന്ന രക്തത്തിൻ്റെ പാടിപ്പോഴും നഖത്തിലുണ്ടെന്നാണ് പറയുന്നത്. കരൂരി നഖപ്പാട് കുറച്ച് സമയം മാത്രമേ എടുക്കത്തുള്ളൂ, ഒരു 40 മിനിറ്റ് കഷ്ടിച്ച് ഇവിടോട്ടുള്ളൂ. ഈ പോകുന്ന വഴിയാണ് ഇതൊക്കെ. ഇത് കാണാനും നല്ല ഭംഗിയാണ്. കാവേരി നദി കടന്നിട്ടാണ് നമ്മൾ ഇവിടോട്ട് എത്തുന്നത്. ഞങ്ങൾ എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അടയാറിൽ നിന്നൊരു മസാല ദോശയും കഴിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് 12:30